എന്നെ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പം ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ അടുത്തൊരു സബ്ജക്ട് എടുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 24 ചാനലിൽ വന്ന ഒരു ഹാഷ്മി ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ചർച്ചയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ഇരകളുടെ ഭാഗം മാത്രമാണ് കേട്ടുന്നത്, ഇരകളല്ല പരാതിക്കാരികൾ. അപ്പോൾ അവരുടെ ഭാഗം മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്പോഴാണ് 24ലൂടെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഭാഗം നമ്മൾ കേൾക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തന്തയ്ക്കും തള്ളയ്ക്കും ചോദിച്ചു വാങ്ങിച്ചത് നമ്മുടെ ഹാഷ്മിയാണ്. ഹാഷ്മി എന്തിനാണ് ഇത്രയധികം തേജോവധം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. നമുക്ക് എന്താണ് ഒരു പ്രവർത്തകൻ, അത് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഹാഷ്മി 100% ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കുക, അത് ജനങ്ങളുടെ മുന്നോട്ട് എത്തിക്കുക എന്നുള്ള മാധ്യമ ധർമ്മം മാത്രമാണ് ഹാഷ്മി ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനെന്തിനാണ് ഇത്രയധികം പൊങ്കാല ഹാഷ്മിക്ക് നേരിടേണ്ടി വരിക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് പൊങ്കാല ഇടുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഘോരെ ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് അധികം സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാണ് ഇത്രയധികം സോഫ്റ്റ് കോർണറായിട്ട് വന്നിരുന്നിട്ട് പിന്നീട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ തയ്യാറായി എന്നുള്ള ചോദ്യമാണ് ജനങ്ങളുടെ മുന്നിലോട്ട് ഹാഷ്മി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. അത് സൈഡിലോട്ട് മാറ്റി വെക്കാം. അതിനനുസരിച്ച് മാധ്യമ പ്രവർത്തകന്റെ ധർമ്മം മാത്രമാണ് ഹാഷ്മി ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് മാത്രമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കം ബാക്ക് ടു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിക്കാം. അത് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. പിന്നെ ഇതിനകത്ത് എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. കാരണം ഞാൻ ഒരു പെണ്ണാണല്ലോ, അതുപോലെ തന്നെ ഞാൻ ഒരു ഭാര്യയാണ്, ഞാനൊരു അമ്മയാണ്. അപ്പം ഉറപ്പായിട്ടും എനിക്ക് സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ നിന്നും, അതായത് നമ്മൾ സ്ത്രീകൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടെന്ന രീതിയിൽ നിന്നും എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ POV ഞാൻ ഇവിടെ പറയുന്നതാണ്. അപ്പൊ എന്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ലൈക്ക് ചെയ്ത് മാത്രം കാണുക. അപ്പൊ പിന്നീട് എന്താണ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, പിന്നെ ഹൈപ്പും കൂടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം വെൽക്കം ബാക്ക്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ആളുകൾ ഒരാളാണ്. എന്നേക്കാൾ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരാളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജയിൽ എനിക്ക് എന്നെ ഭയപ്പെടുത്തുന്നു, എന്നെ ഭീതിപ്പെടുത്തുന്നൊരു കാര്യമല്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ പോകില്ല എന്ന് ഞാൻ തീർപ്പ് കൽപ്പിച്ചിരുന്നു. കാരണം ഞാൻ ജയിലിൽ പോകേണ്ട കുറ്റം ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, അത് കോടതികൾ ഇപ്പോൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്കിപ്പം സാങ്കേതികമായി നിയമപരമായിട്ട് വാചകം പറയാം. ഞാൻ നിയമപരമായിട്ട് ഒളിച്ചോടിയിട്ടില്ല. ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഈ നിയമ സംവിധാനത്തെ ഒന്നും വിശ്വസിക്കാതെ പോകുന്നതിനെയാണ് നമ്മൾ ഒളിച്ചോട്ടം എന്ന് പറയുന്നത്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തോട് നല്ല വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ മൂവ് ചെയ്യുകയാണ്. അതൊരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശമാണ്. ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നാളുകളിൽ ശ്രീ ഹാഷ്മിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ ജയിലിൽ കിടന്ന് വെറുതെ ആകില്ലേ? അത് തെറ്റാകില്ലേ? അത് ഹാഷ്മിക്ക് ഇപ്പോൾ അറിയില്ല, പക്ഷേ എനിക്കറിയാം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ജയിലിൽ കിടക്കാനുള്ള തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാം. അപ്പോൾ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ജയിലിൽ കിടക്കില്ല. പക്ഷേ എന്നെ ജയിലിൽ കിടത്തി അടക്കൂ എന്ന് സർക്കാർ തീരുമാനിച്ചതുകൊണ്ടാണ് മൂന്നാമത്തെ പരാതി ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. മൂന്നാമത്തെ പരാതിയിൽ സെഷൻസിൻ്റെ ബെയിൽ ഓർഡർ അങ്ങ് വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ബെയിൽ ഓർഡറിന് പക്ഷേ പരാതിയുടെ പ്രാധാന്യം കൊടുത്തില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അതൊക്കെ നിങ്ങളുടെ പരിപൂർണ്ണമായി. ഞാൻ പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചൊരു സമയം. അപ്പം ഈ ഒരു ഡയലോഗിൽ ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളോട് വല വിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് കറക്റ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരുപാട് മേച്ചൽപ്പുറങ്ങൾ തേടിപ്പോയിട്ടുള്ള ഒരു വിത്തുകാര തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഇതിനകത്ത് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്, നമ്മൾ ആ ബന്ധത്തിലോട്ട് പോകണോ വേണ്ടോ എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. അപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടം ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഞാൻ ആരെയും ഫോഴ്സ്ഫുള്ളി എന്റെ ബെഡിലോട്ട് ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഇങ്ങോട്ട് എന്നെ തേടി വന്ന ആൾക്കാരെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന ഒരു രീതിയിലാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇത് നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് ഇത്രയധികം മേച്ചൽപ്പുറങ്ങൾ തേടി പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം നമുക്കിവിടെ വെക്കേണ്ടതാണ്. പക്ഷെ ഒരു ആണെന്ന നിലയിലും ഇദ്ദേഹത്തിന്റെ വികാരങ്ങളെ അടക്കി വെക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കി. അപ്പൊ MLA പദവി എന്നുള്ള ഒരു കാര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇദ്ദേഹം അതൊരു മേജർ വെപ്പൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തികൾ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ആരെയും ഫോഴ്സ്ഫുള്ളി വിളിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ഓരോരോ ചൂണ്ടയിട്ട് നോക്കും. നമ്മൾ മീനുകളെ പിടിക്കുന്നത് ചൂണ്ടിട്ട് നോക്കും. അതിൽ ആരെങ്കിലും കൊളുത്തുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഓട്ടോമാറ്റിക്കലി ഇദ്ദേഹം അവരെ ഉപയോഗിക്കാറുണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആരെയും കുറ്റം പറയാൻ പറ്റൂല. ഇതിൽ രാഹുൽ മാങ്കൂട്ടമാണ് തെറ്റുകാരൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കല്യാണം കഴിക്കാത്ത സ്ത്രീകളാണെങ്കിൽ ഒരു പക്ഷേ ഇത് അറിയാണ്ട് വീണ് പോയിരിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ ദാമ്പത്യ ജീവിതം, എന്താണ് മറ്റ് സെക്ഷൽ അങ്ങനെയുള്ള ഐറ്റംസ് എന്താണെന്ന് ഇവർക്ക് അറിയില്ല, കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ. പക്ഷെ കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് എന്താണ് റിലേഷൻ, എന്താണ് ഭാര്യയും ഭർത്താവും പോലെ രണ്ട് റിലേഷൻ വരുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. കാരണം കല്യാണം കഴിച്ച സ്ത്രീകൾ അത് അറിഞ്ഞ വ്യക്തികളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഒരാൾ തന്നെ ഇങ്ങനെ വല ഇടുമ്പോഴത്തേക്ക് ഇത് ഇയാൾ വല ഇടുകയാണ് എന്ന് ചിന്തിക്കാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യമല്ലാത്ത സ്ത്രീകളാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും തെറ്റുകാരില്ല.
ഈ തെറ്റുകാര് ശരികാരില്ല, ഇവിടെ തെറ്റും തെറ്റുമാണ്, ഇതിനകത്ത് വലിയ തെറ്റായിട്ട് ചെറിയ തെറ്റ് എന്നൊക്കെ അങ്ങനെ ഒരു ഇതേ ഉള്ളൂ. ഇത് രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും തെറ്റാണ്, ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീകളാണെങ്കിലും തെറ്റാണ്, തെറ്റ്. അപ്പം ഉറപ്പായിട്ടും ഇവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്, ഇദ്ദേഹം ഒരു വിവാഹം കഴിക്കാത്ത ഒരു ജനപ്രതിനിധിയും കൂടിയാണ്. അപ്പം ഇദ്ദേഹം എങ്ങനെ എന്നെ സ്വീകരിക്കും, ഇദ്ദേഹം പറയുന്നത് വലിയ കഴമ്പുണ്ടോ, അതോ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്നെ മുതലെടുക്കുകയാണോ എന്നൊക്കെ അവർ വേണമായിരുന്നു ചിന്തിക്കാൻ. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കെ അല്ലെങ്കിൽ എന്താണ് അത് ഡിവോഴ്സ് ആവാതെ ഇരിക്കുന്ന പക്ഷം എന്തുകൊണ്ടാണ് വീണ്ടും ഒരു ശാരീരിക ബന്ധത്തിലോട്ട് ഈ സ്ത്രീകൾ പോകാനുള്ള കാരണം എന്താണ്? അപ്പൊ അതുകൊണ്ടാണ് ഇത് എന്താണ് ലീഗലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം ഒന്നും അറിയാത്ത ഉള്ള കുഞ്ഞുങ്ങളല്ല ഈ ഉള്ള സ്ത്രീകൾ. പിന്നെ പറയുന്ന സ്ത്രീകൾക്ക് വെക്കാൻ പറ്റുന്ന ക്ലെയിം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കുറേയധികം വാഗ്ദാനം തന്നു, അതായത് ഞങ്ങൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പം ഞങ്ങൾക്കൊരു വെളിച്ചമായിട്ട് വന്നിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അന്ന് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉള്ളൂ എന്നുള്ള കാരണത്താലാണ് അങ്ങനെ വിശ്വസിച്ചാണ് ഇങ്ങനെ ഒരു ബന്ധത്തിലോട്ട് നമ്മൾ കടന്നത് എന്നൊക്കെ ഒരു ക്ലെയിം ചിലപ്പോൾ വെച്ചിരിക്കാം. എന്നാലും അതൊന്നും അധികം ഇതായിട്ട് വരുന്നില്ല. പിന്നെ നമുക്ക് ചോദിക്കാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗർഭചിത്രം നടത്തി അത് ഫോഴ്സ്ഫുള്ളി ആണോ എന്നുള്ള, അതാണ് ഇനി കോടതി മുന്നാകെ കോടതിയുടെ ഉത്തരവ് നമുക്ക് കിട്ടേണ്ടതുള്ളത്. അപ്പം അതൊക്കെ വളരെ മോശമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം എല്ലാവരെയും ഗർഭിണിയാക്കുന്നത്, ഗർഭിണിയാക്കിയ ശേഷം പിന്നീട് എന്തിനാണ് അതിനെ നശിപ്പിക്കാൻ പറയുന്നത് എന്നാണ് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഒരു എന്താണ് വൈകൃതമുള്ള ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ എന്താണ് സാധാരണ ഇങ്ങനെ ഒരു അവിഹിതം ഇവിടെ എന്താണെന്ന് വെച്ചെങ്കിൽ ബലാത്സംഗമോ മറ്റോ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ നടന്നിരിക്കുന്നത്, പ്യൂർലി നമുക്ക് പറയാനുള്ള അവിഹിതമാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരികൾക്ക് പരാതി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയുള്ള സ്ത്രീകളെ തെരഞ്ഞെടുക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പിന്നീട് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഒരിക്കലും പരാതിപ്പെടുകയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫാമിലി ഉണ്ട്, ഹസ്ബൻഡിന്റെ ഫാമിലി ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, അങ്ങനെ സ്വന്തം ഫാമിലി വെച്ച് നോക്കണം അധികം നാണക്കേടാണ്. അപ്പൊ ഇവർ പരാതിപ്പെടുകയില്ല എന്നുള്ള ഉറപ്പിന്മേലാണ് ഇത് ചെയ്തത്. അപ്പം ഇവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു ബന്ധം മാത്രമല്ല, താൻ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാലത്ത് ഇത് വന്നപ്പോഴാണ് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇരകളായിപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ സ്ത്രീകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊരു ചെയിൻ പ്രോസസ് പോലെ ഇതിങ്ങനെ പോവുകയാണ്. പക്ഷെ ഇതിനകത്ത് കുറ്റക്കാരി ഞാൻ പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. കാരണം അവരവരെ സൂക്ഷിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്, ഉള്ള കുഞ്ഞുങ്ങളൊന്നുമല്ല. ആണുങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും പറയും, അവരുടെ ഇത് വെച്ച് അവർ ദുരുപയോഗം ചെയ്യും. പക്ഷെ എന്താണ് സ്ത്രീകളാണ് ഇത് ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു വാസ്തവമാണ് ഇതിനകത്തുള്ളത്. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിക്കാനും തരാം, ഞാൻ വെറുതെ പറയുകയല്ല, ഹാഷ്മിക്ക് പരിശോധിക്കാം. എന്താണ് ഞാൻ തരാം, ചാറ്റ് തരാം. എനിക്കറിയുന്ന അതിന് ശേഷമുള്ള റീസെൻ്റ് ആയിട്ടുള്ള ടൈം ലൈൻ മാത്രം പറയാം. ഈ റിനി പരാതി പറയുന്നതിന് തൊട്ട് മുമ്പ് മെയ് മാസം 28 എന്നെ ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെൻറ്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുര ഒരാൾ വിളിക്കണം, ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, മെയ് 28 നൽകണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഞാൻ അന്ന് അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു ഇതിനകത്ത് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ ഹാഷ്മി ചോദിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അത് വിദഗ്ധമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഇതിനകത്ത് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നില്ല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അത് കുറ്റപ്പെടുത്തുന്നില്ല. അപ്പൊ അതിന്റെ എല്ലാം നമുക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോൺഗ്രസുമായിട്ടുള്ള ഒരു ബന്ധം വീണ്ടും ഊട്ടിവെളുപ്പിക്കുക. അയ്യോ ഇത്രയും പാവം ഒരു ചെറുക്കനെയാണല്ലോ, ഞങ്ങൾ ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും അവൻ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, കോൺഗ്രസിന് ഒരു അയ്യോപാവൻ തോന്നിപ്പിക്കുന്ന ഒരു വിധത്തിലാണ് ഈ കോൺവെർസേഷൻ ഉടനീളം പോകുന്നത്. അപ്പം എന്താണ് ഈ അടുത്ത ഈ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാനുള്ള എല്ലാം ഈ ഒരു ഇന്റർവ്യൂയിലൂടെ കൊടുത്തു, അതായത് ഒരു ആളുകളോട് ഒരു ഇമ്പാക്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അപ്പം ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റക്കാരനല്ല. സ്ത്രീകളും അവരവരുടെ ആഗ്രഹങ്ങളും വികാരങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു കാര്യങ്ങൾക്ക് പുറപ്പെട്ടത്. അപ്പം ഇതിനകത്ത് എന്താണ് ഈ സ്ത്രീകൾ തന്നെയാണ് ഓരോരോ സാധനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് വാങ്ങി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവര് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീകൾക്കും ഇത് ആവശ്യമായിരുന്നു ഒരു സമയത്ത്. പിന്നെ എനിക്കുള്ള സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പരാതി തീരുമ്പോൾ അടുത്ത പരാതി തീരുമ്പോൾ അടുത്ത പരാതി. തീർച്ചയായിട്ടും ഇതിനകത്ത് രാഷ്ട്രീയപരമായ കളികളുണ്ട്, അത് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ പരാതികൾ ഒന്നിച്ച് വരാതെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഈ പരാതികളെല്ലാം നിൽക്കും. എപ്പോഴാണെന്നറിയോ? അടുത്ത ഒരു ഇലക്ഷൻ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ പരാതികളും കാര്യങ്ങളും ഇരകളും ആരും ഒന്നും കാണത്തില്ല. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് തന്നെയാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇലക്ഷന് ഈ രാഹുൽ മാങ്കൂട്ടം എന്താണ് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഒരു പക്ഷേ ഇദ്ദേഹം ഇനി പങ്കെടുത്താൽ ഇദ്ദേഹം വിജയിക്കും. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ച് ഇദ്ദേഹം ഇനി ഇലക്ഷന് നിൽക്കാതിരിക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ MLA സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇത്രയധികം വൈകൃതങ്ങളുണ്ട്. അപ്പൊ പിന്നെ ഒരു മന്ത്രിയോ കാര്യങ്ങളോ ഒക്കെ ആവുകയാണെങ്കിൽ ഇദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇദ്ദേഹം ഇപ്പൊ ഒരു ഇലക്ഷൻ നിൽക്കുന്നേക്കാൾ നല്ലത് ഇദ്ദേഹം ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ലൈഫ് പാർട്ട്ണറിനെ സെറ്റ് ആക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും വൈകൃതം ഉണ്ടെങ്കിൽ അതൊന്ന് എന്താണ് ഒന്ന് എന്താക്കുക, ഒരു ഓർഡർ ആക്കുക എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും എന്നുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇപ്പൊ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇരയാണോ ചോദിച്ചാൽ ഇരയല്ല, ഇതൊരു അവിഹിത ബന്ധമാണ്. ഞാൻ നേരത്തെ എന്റെ ഒരു വീഡിയോ
മീഡിയയിലൂടെ എല്ലാം പറയുന്നുണ്ട് ഇത് വേറെ ഒരു രീതിയൊന്നുമല്ല, ഇത് ശരിക്കും ഒരു അവിഹിത ബന്ധം തന്നെയാണ്. ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് കുറച്ച് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ കുത്തിപ്പൊക്കി അവിടുന്ന് ഇവിടുന്ന് മേരകളെ സംഘടിപ്പിച്ചു. എന്നുവെച്ചാൽ കോഴി രാഹുൽ എന്നാണ് പാർട്ടികൾ തന്നെ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പൊ കോഴിത്തരം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ ചർച്ചയാക്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മുടെ ഉന്നതല രാഷ്ട്രീയ പ്രവർത്തകരെ എല്ലാവരും ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ CPM-ലുള്ള ആൾക്കാരൊക്കെ തന്നെയാണെങ്കിലും അവർക്ക് ഇത് അളക്കാനുള്ള മീറ്റർ സ്കെയിൽ അളക്കാനുള്ള ഒരു യൂണിറ്റ് ഉള്ളതുകൊണ്ട്, ഇതിന്റെ തീവ്രത അളക്കാനുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഒരു സൈഡിലോട്ട് അങ്ങ് വളഞ്ഞു മാറ്റി വെക്കുകയാണ്. അപ്പം ഈ രാഷ്ട്രീയ മേഖല നിൽക്കുന്നവർ ആരും അത്ര നല്ല ആൾക്കാരല്ല. ഇനി നല്ലവരായി വരുന്നവർ തന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് അത് മോശമായിട്ട് തന്നെ പോവുകയാണ്. അപ്പൊ ഫെന്നി നൈനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു മൗത്ത് പീസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇത് അടിച്ചതാർക്കാണ് റിനിക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു അമ്പാണ്. അപ്പം റിനിക്ക് തൊടുത്തുവിട്ട അമ്പ് കറക്റ്റ് ആയിട്ട് അവിടെ യേശോ തന്നെ ചെയ്തു. എന്നുവെച്ചാൽ ഇതിനകത്ത് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് റിനിയും താനുമായിട്ടുള്ള ബന്ധം. അപ്പൊ റിനിയാണ് ഇതിനകത്ത് ആദ്യം തുടക്കം ഇട്ടത്. അപ്പൊ റിനിക്ക് കൊടുക്കേണ്ട കുറി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, വേണ്ടി വന്നാൽ ചാറ്റ് പുറത്തിടുമെന്നുള്ള ഒരു വാദം വരെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഇന്റർവ്യൂ ത്രൂ ഔട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈഡ് വൈറ്റ് ചെയ്യാണ്. അപ്പൊ അത് നമ്മളാണെങ്കിലും രാഹുൽ ആണെങ്കിലും റിനി ആണെങ്കിലും മറ്റാരാണെങ്കിലും ഈ കാണുന്ന നിങ്ങളാണെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവനവന്റെ ഭാഗം വെളുപ്പിക്കാൻ മാത്രമേ ശ്രമിക്കാറുള്ളൂ. എന്തൊരു കുടുംബവഴക്കായിക്കോട്ടെ എന്തായിക്കോട്ടെ, വാട്ട് എവർ ഹൂ എവർ എന്താണെങ്കിലും അവരവരുടെ ഭാഗം മാക്സിമം ന്യായീകരിച്ച് പറയാനേ എല്ലാവരും നോക്കുള്ളൂ. അത് മറ്റുള്ളവർ കേൾക്കുന്ന വശം, ഓരോരുത്തരുടെ വശം കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇവൻ പറഞ്ഞാണല്ലോ ശരി, അപ്പൊ ഞാൻ പറയുമ്പോൾ ശരിയാണല്ലോ, പാർവതി പറഞ്ഞാണല്ലോ ശരി, ഇപ്പൊ റിനി പറയുകയാണെങ്കിൽ ശരിയാണല്ലോ, റിനി പറഞ്ഞ ഭാഗമാണല്ലോ ശരി, രാഹുൽ പറയുമ്പോൾ ശരിയാണ്, രാഹുൽ പറഞ്ഞതാണ് ശരി, ഹാഷ്മി പറയുകയാണെങ്കിൽ ശരിയാണല്ലോ, ഹാഷ്മി പറഞ്ഞതാണ് ശരി എന്ന് നമുക്ക് കേൾക്കുന്ന കേൾവിക്കാർക്ക് തോന്നും. അപ്പൊ ആ രീതിയിൽ എല്ലാവരും അവനവന്റെ ഭാഗങ്ങളിൽ ന്യായീകരിക്കുള്ളൂ എന്നുള്ളൊരു സത്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ഇന്റർവ്യൂ ഒരു ആവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ലാത്തതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഒരു കുഞ്ഞു കുട്ടിയെ, ഒരു 6 വയസ്സുകാരിയെ കെട്ടിത്തൂക്കി ക്രൂര ബലാത്സംഗത്തിന് കെട്ടിത്തൂക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാകും. ആ രാഷ്ട്രീയ പ്രവർത്തകനെ പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കി കുറ്റവിമുക്തനാക്കി. അപ്പം അതിനകത്തൊന്നും ആൾക്കാർക്കൊന്നും പറയാനില്ല എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അത് നമ്മുടെ മറുനാടൻ മലയാളി ഷാജസ്കരി സാർ വളരെ കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചിരുന്നു. അപ്പൊ ഞാനിത് സൈഡിൽ കൊടുക്കുന്നത് സമയക്കുറവ് കൊണ്ടാണ്, വീഡിയോ വളരെ ലാഗ് ആവുകയാണ്, അതുകൊണ്ടാണ് ഞാനിത് അധികം അവതരിപ്പിക്കാത്തത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും കറക്റ്റ് ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ പിഴുതെറിയുന്നവന്മാരുടെ പുറകിലൊന്നും പോകാണ്ട് ഇത് അഡൾട്ട് ആയിട്ടുള്ള 2 പേര് പരസ്പരത്തെ സമ്മതത്തോട് കൂടി കാണിച്ച കുലിസിത പ്രവർത്തിയുടെ പുറകിൽ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ബാഡ് ഇമ്പാക്ട് നമ്മുടെ കൊച്ചു തലമുറ, നമ്മുടെ നെക്സ്റ്റ് തലമുറ വരെ ഈ ന്യൂസ് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് ഒന്നും കേൾക്കാനേ പറ്റത്തില്ല. പണ്ടൊക്കെയാണ് സ്കൂളിൽ ടീച്ചേഴ്സ് പറയും നിങ്ങൾ ഓരോ ദിവസത്തെ പ്രധാന ന്യൂസ് നിങ്ങൾ എഴുതിക്കൊണ്ടുവരുന്ന ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് ന്യൂസ് ആണ് ഈ കുട്ടികൾ എഴുതേണ്ടത്? എന്നും അവിഹിതം അവിടെ പിടിച്ചു ഇവിടെ പിടിപ്പിച്ചു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ന്യൂസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പിള്ളേർ ഇവിടെ വന്ന് വായിക്കേണ്ടത്? ചാറ്റ് കൊടുത്തു, ആ ചാറ്റിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുട്ടികൾ സ്കൂളിൽ ചെന്ന് വായിക്കേണ്ടത്? അപ്പൊ ഇതൊക്കെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളേ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? ആൾക്കാർക്ക് ഇത് മതി, നെഗറ്റീവ് കേട്ടാൽ മതി, നെഗറ്റീവിനെ റീച്ച് ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വീണ്ടും നമുക്ക് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് രത്ന ചുരുക്കം. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്ക് ഇത്രയൊക്കെയാണ് തോന്നിയത്. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും ശ്രദ്ധിക്കുക. ബൈ.